കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. വികസിത് ഭാരത് സങ്കല്പ യാത്ര. ഭാരത സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. രാജ്യത്തെ 3 മേഖലകളായി തിരിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ നവംബർ 15 തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടപ്പാടിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. SLBCയുടെ നിർദ്ദേശപ്രകാരം ലീഡ് ബാങ്കിനൊപ്പം നബാർഡ്, റബ്ബർ ബോർഡ്, FECT, CBCN, IC, കൃഷി വിജ്ഞാൻ കേന്ദ്ര, തപാൽ, കൃഷി വകുപ്പുകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രത്യേക ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ, ആധാർ സേവനങ്ങൾ, ജനസുരക്ഷാ സ്കീമുകളുടെ ക്യാമ്പ് തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരവിനിമയത്തിനോടൊപ്പം വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യമുള്ള എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ അതാത് ഗ്രാമപഞ്ചായത്തിലെ യാത്രകളിലും ക്യാമ്പിലും പങ്കെടുക്കുന്നതാണ്. PM പ്രണാം സ്കീം അവബോധനം, സമീകൃത വളപ്രയോഗം, നാനോ വളങ്ങളെ പരിചയപ്പെടുത്തൽ, കാർഷിക ഡ്രോൺ ടെക്നോളജി പരിചയപ്പെടുത്തൽ മുതലായവ ഈ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹരായവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകുന്നതുമായിരിക്കും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വിവര വിദ്യാഭ്യാസ വിനിമയ വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഭോക്താക്കളുടെ അനുഭവ വിവരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്: എത്തിച്ചേരാത്തവരിലേക്ക് എത്തിച്ചേരുക, സ്കൂളുകൾക്ക് കീഴിൽ അർഹതയുള്ള ദുർബലരായ ആളുകളിലേക്ക് എത്തിച്ചേരുക, വിവരണങ്ങളുടെ വ്യാപനം, പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ, പൗരന്മാരിൽ നിന്ന് പഠിക്കൽ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വ്യക്തിഗത കഥകൾ, അനുഭവം പങ്കിടൽ എന്നിവയിലൂടെ ആശയവിനിമയം, യാത്രയ്ക്കിടെ കണ്ടെത്തിയ വിശദാംശങ്ങളിലൂടെ സാധ്യതയുള്ള ഗുണഭോക്താക്കളുടെ എൻറോൾമെന്റ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ യാത്ര സമയബന്ധിതമായി എത്തിച്ചേരുന്നതാണ്. യാത്രയിൽ പങ്കാളികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. PM പ്രണാം പദ്ധതി 2023 ജൂൺ 28 ചേർന്ന സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി ഭൂമാതാവിന്റെ പുനഃസ്ഥാപനം, അവബോധ സൃഷ്ടിക്കൽ, പരിപോഷണം, മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്ക് വേണ്ടിയുള്ള PM പ്രണാം പദ്ധതിക്ക് അംഗീകാരം നൽകി. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും വിഭവ സംരക്ഷണ സാങ്കേതിക വിദ്യകൾ നടപ്പാക്കുന്നതിലൂടെയും രാസവളങ്ങളിലൂടെ സുസ്ഥിരവും സന്തുലിതവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഭൂമിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി സംസ്ഥാനങ്ങൾ ആരംഭിച്ച ബഹുജന മുന്നേറ്റത്തിന് പിന്തുണ നൽകുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണം ശാസ്ത്രീയ ചുവടുവയ്പ്പുകൾ. ലോക കാലാവസ്ഥാ കോൺഗ്രസിന്റെ 3ാം പാദ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്റ്റാറ്റസ് ഓഫ് മോർട്ടാലിറ്റി ആൻഡ് എക്കണോമിക് ലോസ് ഡ്യൂ ടു വെദർ, ക്ലൈമറ്റ് ആൻഡ് വാട്ടർ എന്ന പഠന റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ മരണങ്ങളുടെ കണക്കെടുത്താൽ ലോകരാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. 9.84 ലക്ഷം ജനങ്ങളാണ് ചുഴലിക്കാറ്റുകളിലും പ്രളയങ്ങളിലും പെട്ട് കാലയവനികയ്ക്കു പിന്നിലേക്ക് മറിഞ്ഞത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ഗ്ലാസ്ഗോ ഉച്ചകോടിയിലെ തീരുമാനമനുസരിച്ച് 2030 ലോകരാജ്യങ്ങൾ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 45% കുറയ്ക്കണം എന്ന
നിർദ്ദേശിച്ചിട്ടുണ്ട്. വല്ലം നിറയുന്ന വിളവുണ്ട്, പക്ഷേ ഉള്ളം നിറയാനുണ്ടോ? ലോകത്തിനാവശ്യമായ ഭക്ഷ്യോത്പാദനം കൈവരിക്കാൻ കഴിഞ്ഞിട്ട് കാലമേറെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ലോകത്ത് 870 ദശലക്ഷം പേർ പോഷകക്കുറവ് നേരിടുന്നവരെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആഗോളതലത്തിൽ ആകെ വിളവിന്റെ 13.6% വിളവെടുപ്പാനന്തര രോഗ കീടബാധ മൂലം നഷ്ടപ്പെടുകയാണ്. പാചകം ചെയ്ത ഭക്ഷണം പാഴാക്കുന്നതിലൂടെ 3.3 ജിഗാടൺ കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനം ഉണ്ടാവുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇന്ത്യൻ ജനസംഖ്യയുടെ 14.5% പോഷകക്കുറവ് നേരിടുമ്പോഴാണ് ഭക്ഷ്യവസ്തുക്കൾ ഇത്തരത്തിൽ പാഴാവുന്നത്. 2060 ആകുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നിവയുടെ ഉത്പാദനത്തിൽ 32% ഇടിവ് ഉണ്ടാകുമെന്ന് ഇന്റർനാഷണൽ പൊട്ടാറ്റോ സെന്റർ പ്രവചിച്ചിട്ടുണ്ട്. 2050 ആകുമ്പോഴേക്കും കാപ്പി കൃഷി ചെയ്യുന്ന പകുതിയോളം ഭൂമി നഷ്ടമാകുമെന്നും കരുതപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയായ നെല്ല് ആഗോളതാപനം പ്രതികൂലമായി ബാധകമാകുന്ന ഒന്നാണ്. എന്നാൽ സമുദ്രജലനിരപ്പ് ഉയരുന്നത് പാടങ്ങളിലെ വെള്ളത്തിൽ ഉപ്പിന്റെ അംശം വർദ്ധിക്കുന്നതിനും ക്രമേണ നെല്ലുത്പാദനത്തെ ബാധിക്കുമെന്നും AFPയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉത്പാദനത്തിൽ കുറവ് വരുന്നതോടൊപ്പം പോഷകമൂല്യത്തിലും കുറവ് വരും. ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ 60% മഴയെ ആശ്രയിച്ചുള്ളതായതിനാൽ കാലാവസ്ഥാ അനുകൂല കൃഷിരീതികൾ കൂടുതലായി അവലംബിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കാലാവസ്ഥാ അനുപൂരകത, ദീർഘവീക്ഷണവും ചുവടുവയ്പും. കാർഷിക ഭക്ഷ്യോത്പാദന സമ്പ്രദായം. ഭക്ഷ്യോത്പാദന വർധനവിനൊപ്പം ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചിട്ടുള്ള സുസ്ഥിര കാർഷിക വികസന ലക്ഷ്യങ്ങളായ വിശപ്പ് രഹിത സമൂഹം, ഉത്തരവാദിത്തപൂർണമായ ഭക്ഷ്യോത്പാദനവും ഉപയോഗവും, കാലാവസ്ഥാ വ്യതിയാന സുസ്ഥിര പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ കൂടി കൈവരിക്കാനുതകുന്ന തരത്തിൽ കാലാനുസൃതമായി മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. ഉഴവുരഹിത കൃഷിയോ പരിമിത ഉഴവ് വഴിയുള്ള കൃഷിയോ വരുംകാല ജലദൗർബല്യത്തെ മറികടക്കാൻ അനിവാര്യമാണ്. യന്ത്രങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക വഴി കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയും ചെയ്യാം. ആവരണ വിളകൾ വഴി മണ്ണിന്റെ ഉപരിതലത്തെ സംരക്ഷിക്കുകയും മണ്ണൊലിപ്പ് തടഞ്ഞ് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുകയും ചെയ്യാം. പോളി അക്രിലമൈഡ്, ഹൈഡ്രോജൻ എന്നിവയുടെ ശാസ്ത്രീയ പ്രയോജനം വഴി മണ്ണിന്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ ഗതാഗത ചെലവ് കുറച്ചുകൊണ്ട് ഉത്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് ഉപഭോക്താവിലേക്കുള്ള സഞ്ചാര ദൂരം, അതായത് ഫുഡ് മൈൽ, കുറയ്ക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നിരന്തരമായി ഉണ്ടാവണം. ജൈവ വൈവിധ്യം, ചെറുത്തുനിൽപ്പിലേക്കുള്ള വഴികൾ. പരമ്പരാഗത നാടൻ വിത്തിനകൾ വലിയ തോതിൽ കാലാവസ്ഥാ വ്യതിയാനം നേരിടാനാകുമെന്നുള്ള തിരിച്ചറിവ് ഇന്ന് നമ്മുടെ കർഷകർക്കുണ്ട്. ഇത്തരം പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളിൽ നിന്നും ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുവാനും പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. ഇതിനു പുറമെ കിഴങ്ങുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ ഇന്ന് അവഗണിക്കപ്പെടുന്നതും എന്നാൽ ക്ലൈമറ്റ് സ്മാർട്ടായി അറിയപ്പെടുന്നതുമായ വിളകൾ ഇനിയുള്ള കാലം കൂടുതൽ പ്രാധാന്യം നൽകണം. വരും വർഷങ്ങളിൽ മഴയുടെ അളവിൽ കുറവുണ്ടാകുമെന്ന നിഗമനത്തിൽ ശാസ്ത്രീയമായി ജലപരിപാലന മുറകൾ താഴെ തട്ടു മുതൽ നടപ്പാക്കണം. കൃഷിയിടങ്ങളിൽ മഴവെള്ള കൊയ്ത്ത് പ്രോത്സാഹിപ്പിക്കുകയും ഭൂഗർഭ ജലസ്രോതസ്സുകൾ സംഭരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൃഷിക്കാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഇത് നിർണായകമാണ്. സൂക്ഷ്മ ജലസേചന രീതികളും കൃത്യതാ കൃഷികളുമൊക്കെ വ്യാപിച്ചു കൃഷിയിലെ ജല ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുവരണം. കേരളത്തിന്റെ ചുവടുവെപ്പുകൾ. കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള ACCER കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം, കുഫോസ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രങ്ങൾ. വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, മലപ്പുറം, കൊല്ലം ജില്ലകളെയാണ് ദുർബല മേഖലാ ജില്ലകളായി കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം ജില്ലകൾ ഇത്തരം ദുർബല ജില്ലകളും തൃശൂർ, എറണാകുളം, പത്തനംതിട്ട കുറഞ്ഞ ദുർബല മേഖലകളുമായാണ് തരംതിരിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഹരിതഗൃഹവാതക ബഹിർഗമനം ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ അഞ്ചാമതാണ് കേരളം. 2030 വിവിധ മേഖലകളിൽ നിന്നായി കാർബൺ ബഹിർഗമനത്തിൽ 57,000 കിലോ ടൺ കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനം കുറയ്ക്കാനാകും വിധം കർമ്മ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 2014 മുതൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങൾ 1888 എണ്ണം കാർഷിക വിള ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നത് ഭാവിയിലേക്കുള്ള പ്രതീക്ഷയാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ
എറണാകുളം. കുട്ടനാട്ടിലെ നെൽകൃഷിയിലെ കീടരോഗബാധ നിരീക്ഷണത്തിനും സമയബന്ധിതമായി മിത്രപ്രാണികൾക്കും പരിസ്ഥിതിക്കും ദോഷം സംഭവിക്കാത്ത രീതിയിൽ നിയന്ത്രണ മാർഗങ്ങൾ നടപ്പാക്കുന്നതിനു വേണ്ടി കർഷകർക്കിടയിൽ 1999 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് മൺകൊമ്പ്. പുഞ്ച സീസൺ ആരംഭിക്കുന്ന അവസരത്തിൽ കർഷകർക്കായി ഈ സ്ഥാപനത്തിൽ നിന്നും നെൽകൃഷിയിൽ അവലംബിക്കേണ്ടുന്ന കാർഷിക മുറകളുടെ ഒരു വിവരണമാണ് ഇത്. വിത്തും വിതയും. കീടരോഗ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുടെ ഗുണനിലവാരമുള്ള വിത്തുകൾ മാത്രം വിതയ്ക്കാൻ ഉപയോഗിക്കുക. വിത്ത് നിരക്ക് 30 to 40 കിലോഗ്രാം ഏക്കറിന് എന്ന തോതിൽ വിതയ്ക്കാവുന്നതാണ്. വിത്ത് ഉപചാരം. വിത്ത് മുളപ്പിക്കുന്നതിനായി കുതിർക്കുന്ന വെള്ളത്തിൽ 1 കിലോഗ്രാം വിത്തിന് 20 ഗ്രാം എന്ന തോതിൽ കൈറ്റിനൈസ്ഡ് സൂഡാമോണാസ് കലക്കി 12 മണിക്കൂർ മുക്കി വെച്ചതിനു ശേഷം വെള്ളം വാർത്ത് കളഞ്ഞ് മുളപ്പിക്കുക. നിലമൊരുക്കൽ. നിലമൊരുക്കലിന്റെ രണ്ടാം ഉഴവിനൊപ്പം ഏക്കറിന് 180 കിലോഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കുക. കുമ്മായ വസ്തുക്കൾ ചേർത്ത് നന്നായി കഴുകി പുളി കളയുക. നിലം നിരപ്പാക്കിയ ശേഷം 30 സെന്റിമീറ്റർ ആഴത്തിൽ വാച്ചാലുകളും 15 സെന്റിമീറ്റർ ആഴത്തിൽ 10 മീറ്റർ ഇടവിട്ട് കച്ചാലുകളും എടുത്ത് ശരിയായ ജലനിർഗമനം സാധ്യമാക്കുക. മനുരത്ന, ജ്യോതി ഇവ കൃഷി ചെയ്യുന്ന പാടങ്ങളിലും മുൻവിള സീസണിൽ ബ്ലാസ്റ്റ്, ഓലകരിച്ചിൽ ഇവ ഉണ്ടായിരുന്ന പാടങ്ങളിലും കാൽസ്യം സിലിക്കേറ്റ് ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. കളനിയന്ത്രണം. വിതച്ച് 10-12 ദിവസം കഴിയുമ്പോൾ കളനാശിനി പ്രയോഗം നടത്താവുന്നതാണ്. വളപ്രയോഗം. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗം നടത്തുക. ജൈവവളം ലഭ്യതയ്ക്കനുസരിച്ച് 2 ടൺ ഏക്കറിന് എന്ന ക്രമത്തിൽ ചേർക്കുക. മധ്യകാല അത്യുത്പാദന ഇനങ്ങൾക്കുള്ള വളക്കൂട്ട് കിലോഗ്രാം പെർ ഏക്കർ എന്ന കണക്കിൽ. നേർവളങ്ങൾ. നിലമൊരുക്കുമ്പോൾ മുസോറിഫോസ് അല്ലെങ്കിൽ രാജ്ഫോസ് 90 കിലോ. ഒന്നാം വളം വിതച്ച് 10-15 ദിവസം കഴിഞ്ഞ് യൂറിയ 25 കിലോ, പൊട്ടാഷ് 10 കിലോ. രണ്ടാം വളം വിതച്ച് 30-35 ദിവസത്തിന് ശേഷം യൂറിയ 25 കിലോ, പൊട്ടാഷ് 10 കിലോ. മൂന്നാം വളം വിതച്ച് 50-60 ദിവസം കഴിഞ്ഞ് യൂറിയ 25 കിലോ, പൊട്ടാഷ് 10 കിലോ. കൂട്ടുവളങ്ങൾ. ഒന്നാം വളം വിതച്ച് 10-15 ദിവസം കഴിഞ്ഞ് ഫാക്ടം 45 കിലോ, യൂറിയ 7 കിലോ, പൊട്ടാഷ് 10 കിലോ. രണ്ടാം വളം വിതച്ച് 30-35 ദിവസം കഴിഞ്ഞ് ഫാക്ടം ഫോസ് 45 കിലോ, യൂറിയ 7 കിലോ, പൊട്ടാഷ് 10 കിലോ. മൂന്നാം വളം വിതച്ച് 50-60 ദിവസം കഴിഞ്ഞ് യൂറിയ 7 കിലോ, പൊട്ടാഷ് 10 കിലോ. ഹ്രസ്വകാല അത്യുത്പാദന ഇനങ്ങൾക്കുള്ള വളക്കൂട്ട്. നേർവളങ്ങൾ. നിലമൊരുക്കുമ്പോൾ മുസോറിഫോസ് അല്ലെങ്കിൽ രാജ്ഫോസ് 7 കിലോ. ഒന്നാം വളം വിതച്ച് 10-15 ദിവസത്തിന് ശേഷം യൂറിയ 30 കിലോ, പൊട്ടാഷ് 12 കിലോ. രണ്ടാം വളം വിതച്ച് 40-45 ദിവസത്തിന് ശേഷം യൂറിയ 30 കിലോ, പൊട്ടാഷ് 12 കിലോ. കൂട്ടുവളങ്ങൾ. ഒന്നാം വളം വിതച്ച് 10-15 ദിവസത്തിന് ശേഷം ഫാക്ടം ഫോസ് 70 കിലോ, യൂറിയ 7 കിലോ, പൊട്ടാഷ് 12 കിലോ. രണ്ടാം വളം വിതച്ച് 40-45 ദിവസത്തിന് ശേഷം യൂറിയ 12 കിലോ, പൊട്ടാഷ് 12 കിലോ. മനുരത്ന ഇനത്തിനുള്ള വളപ്രയോഗം. നേർവളങ്ങൾ. നിലമൊരുക്കുമ്പോൾ മുസോറിഫോസ് അല്ലെങ്കിൽ രാജ്ഫോസ് 70 കിലോഗ്രാം. ഒന്നാം വളം വിതച്ച് 15-20 ശേഷം യൂറിയ 25 കിലോ, പൊട്ടാഷ് 12 കിലോ, മഗ്നീഷ്യം സൾഫേറ്റ് 10 കിലോ. രണ്ടാം വളം വിതച്ച് 35-40 ദിവസം കഴിഞ്ഞ് യൂറിയ 30 കിലോ, പൊട്ടാഷ് 12 കിലോ, മഗ്നീഷ്യം സൾഫേറ്റ് 10 കിലോ. കൂട്ടുവളങ്ങൾ. ഫാക്ടം ഫോസ് 35 കിലോ, യൂറിയ 10 കിലോ, പൊട്ടാഷ് 10 കിലോ, മഗ്നീഷ്യം സൾഫേറ്റ് 10 കിലോ. ഒന്നാം വളം വിതച്ച് 15-20 ദിവസത്തിന് ശേഷം. രണ്ടാം വളം വിതച്ച് 35-40 ദിവസത്തിന് ശേഷം. രണ്ടാം വളം വിതച്ച് 35-40 ദിവസത്തിന് ശേഷം ഫാക്ടം ഫോസ് 35 കിലോ, യൂറിയ 7 കിലോ, പൊട്ടാഷ് 15 കിലോ, മഗ്നീഷ്യം സൾഫേറ്റ് 10 കിലോ. ഒരു മാസം കഴിഞ്ഞ് കുമ്മായം അല്ലെങ്കിൽ ഡോൾമൈറ്റ് 100 കിലോഗ്രാം ഏക്കറിന് ചേർക്കേണ്ടതാണ്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞു മാത്രമേ രാസവള പ്രയോഗം നടത്താവൂ. നൈട്രജൻ വളങ്ങളുടെ അളവിൽ കൂടുതലുള്ള ഉപയോഗം കീടരോഗബാധയ്ക്ക് വഴിയൊരുക്കുന്നു. ആയതിനാൽ നൈട്രജൻ വളങ്ങൾ കുറച്ചു മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഓല ചുരുട്ടി, തണ്ടുതുരപ്പൻ എന്നീ കീടങ്ങളെ പ്രതിരോധിക്കുവാൻ മഗ്നീഷ്യം, പൊട്ടാഷ് വളക്കൂട്ടുകൾ ഒരു പരിധിവരെ സഹായിക്കുന്നു. വളം ചേർക്കുന്നതിന് ഒരു ദിവസം മുമ്പ് നിലത്തിലെ വെള്ളം വാർത്ത് കളഞ്ഞ് വളം ചേർത്ത് 12 മണിക്കൂറിന് ശേഷം വീണ്ടും വെള്ളം കയറ്റുക. ഈ വെള്ളം നിർത്തി വറ്റിക്കുക. വെള്ളം വറ്റിയതിനു ശേഷം 4 ദിവസത്തേക്ക് വെള്ളം കയറാതെ ഈർപ്പം മാത്രം നിലനിർത്തി ചെറുതായി ഉണക്കുക. സൂക്ഷ്മമൂലക ലഭ്യതയ്ക്കായി കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സമ്പൂർണ്ണ എന്ന സൂക്ഷ്മമൂലക മിശ്രിതം 5-10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ വിത കഴിഞ്ഞ് 15, 25, 45 എന്നീ ദിവസങ്ങളിൽ തളിക്കാവുന്നതാണ്. സമ്പൂർണ്ണ 3 തവണകളിൽ അടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ 45-ാം ദിവസം നിർബന്ധമായും തളിക്കണം.
നെൽച്ചെടികളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് പൊട്ടാസ്യം സിലിക്കേറ്റ് 2 മില്ലി 1 ലിറ്റർ എന്ന തോതിൽ തളിക്കുന്നത് ഫലപ്രദമാണ്. കീടനിയന്ത്രണം. ഓലച്ചുരുട്ടി, തണ്ടുതുരപ്പൻ, ചാഴി, മുന എന്നീ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുൻകൂർ കീടനാശിനി പ്രയോഗം നടത്താൻ പാടില്ല. ഓലച്ചുരുട്ടി, തണ്ടുതുരപ്പൻ ഇവയെ നിയന്ത്രിക്കുന്നതിനായി ട്രൈക്കോഡർമ മുട്ടക്കാടുകൾ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. രോഗനിയന്ത്രണം. ഓലകരിച്ചിൽ, ബ്ലാസ്റ്റ്, അവിച്ചിൽ, തവിട്ട് പുള്ളിക്കുത്ത്, പോളരോഗം, ലക്ഷ്മി രോഗം എന്നീ രോഗങ്ങളാണ് കണ്ടുവരുന്നത്. വിതച്ച് 40-45 ദിവസത്തിനുള്ളിൽ പച്ചച്ചാണകം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തെളിനീരെടുത്ത് ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ഏക്കറിന് 2 കിലോഗ്രാം എന്ന തോതിൽ ബ്ലീച്ചിങ് പൗഡർ തുമ്പകളിൽ കിഴികെട്ടി ഇടുകയും ചെയ്യുന്നത് വഴി ഓലകരിച്ചിൽ രോഗത്തെ നേരത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. പൂവിടുന്ന സന്ദർഭങ്ങളിൽ മഴ പെയ്യുന്നത് മണികളിൽ കറവലിന് കാരണമാകുന്നു. പൂവിടുന്ന സമയത്ത് ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള മരുന്നിടലും നടത്താൻ പാടില്ല. ഇലകരിച്ചിൽ രോഗത്തെ പ്രതിരോധിക്കാൻ സ്യൂഡോമോണാസ് ഉപയോഗിച്ച് വിത്തുപചാരം നടത്തുന്നതിന് പുറമെ 40-ാം ദിവസം ലിറ്ററിന് 20 ഗ്രാം എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം. എലിശല്യം മൂലം 25 മുതൽ 30% വരെ നഷ്ടമുണ്ടാകാം. എലിക്കണികൾ വെച്ച് എലികളെ നശിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വിതയ്ക്കുന്നതിന് മുമ്പും അടിക്കണക്ക് തൊട്ടു മുമ്പും പാടശേഖരം പൂർണ്ണമായും എല്ലാ കർഷകരും ചേർന്ന് ഒരേ ദിവസം എലി നശീകരണം നടത്തണം. ഓരോ കർഷകരും ശ്രദ്ധ പുലർത്തി ബണ്ടുകളിലുള്ള മാളങ്ങളിലും എലി വിഷം വെച്ച് മാളങ്ങൾ അടയ്ക്കണം. കിളികൾ. പലതരത്തിലുള്ള പക്ഷികൾ കതിരിൽ നിന്നും നെല്ലുമണികൾ ഭക്ഷിച്ച് വൻ നാശനഷ്ടം ഉണ്ടാക്കുന്നു. തിളങ്ങുന്ന റിബണുകൾ നെല്ലിന് ഒരടി മുകളിലായി തെക്ക് വടക്ക് ദിശയിൽ 3 മീറ്റർ അകലത്തിൽ വലിച്ചു കെട്ടി കിളികളെ നിയന്ത്രിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കാലാവസ്ഥ വ്യതിയാനവും പോഷക സുരക്ഷയ്ക്കുള്ള വെല്ലുവിളിയും. വർദ്ധിച്ചു വരുന്ന കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളൽ ലോകത്തിലെ പ്രധാന ഭക്ഷ്യവിളകളുടെ പോഷക ഗുണം കുറയ്ക്കാൻ സാധ്യതയുള്ളതായി ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നു. പോഷകാഹാരക്കുറവുള്ള ശതകോടി കണക്കിന് ആളുകൾ ഇതിനകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുതരമായ അനാരോഗ്യം ഇത് കൂടുതൽ വഷളാക്കും. ഫോസിൽ ഇന്ധനം കത്തിക്കുന്നതിന്റെ അനന്തരഫലങ്ങൾ കാർബൺ ഡയോക്സൈഡ് വർധനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോതമ്പ്, അരി, ചോളം, സോയാബീൻ എന്നിവയുടെ ഫീൽഡ് പരീക്ഷണങ്ങൾ കാണിക്കുന്നത് ഉയർന്ന കാർബൺ ഡയോക്സൈഡ് അളവ് അവശ്യ പോഷകങ്ങളായ ഇരുമ്പ്, സിങ്ക് എന്നിവയുടെയും ചില പ്രോട്ടീനുകളുടെയും അളവ് ഗണ്യമായി കുറയ്ക്കുന്നു എന്നതാണ്. കാർബൺ ഡയോക്സൈഡിന്റെ വർദ്ധിച്ചു വരുന്ന അളവ് പ്രധാന ഭക്ഷ്യവിളകളിലെ ഏറെ പ്രധാനപ്പെട്ട പോഷകങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ പോഷകാഹാര ലഭ്യതയെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ബോസ്റ്റണിലെ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി ആരോഗ്യ വിദഗ്ധനും കാലാവസ്ഥ പോഷക ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന പ്രൊഫസർ സാമുവൽ മിയേഴ്സ് അഭിപ്രായപ്പെടുന്നു. ആരോഗ്യ കാഴ്ചപ്പാടിൽ ഇരുമ്പും സിങ്കും വളരെ പ്രധാനപ്പെട്ടവയാണ്. ലോകമെമ്പാടുമുള്ള 2 ബില്യൺ ആളുകൾ ഇതിനകം തന്നെ ഇരുമ്പിന്റെയും സിങ്കിന്റെയും അപര്യാപ്തത അനുഭവിക്കുന്നുണ്ടെന്നാണ് മിയേഴ്സ് അഭിപ്രായപ്പെടുന്നത്. ഇത് ഗുരുതരമായ ദോഷം വരുത്തുന്നു, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിലെ ശിശുക്കളും ഗർഭിണികൾക്കും. ഗോതമ്പ്, അരി, ചോളം, സോയാബീൻ എന്നിവയിൽ ഇരുമ്പും സിങ്കും താരതമ്യേന കുറവാണെങ്കിലും മാംസം വളരെ അപൂർവമായി മാത്രം കഴിക്കുന്ന ദരിദ്ര സമൂഹങ്ങളിൽ അവ പോഷകങ്ങളുടെ പ്രധാന ഉറവിടമാണ്. ഏകദേശം 2.4 ബില്യൺ ആളുകൾക്ക് നിലവിൽ അവരുടെ സിങ്കിന്റെയും ഇരുമ്പിന്റെയും 60% ഇത്തരം ഭക്ഷണത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് ബംഗ്ലാദേശ്, ഇറാഖ്, അൾജീരിയ എന്നിവിടങ്ങളിൽ 75% കൂടുതലാണ്. കാലാവസ്ഥ വ്യതിയാനം ജനങ്ങൾക്ക് ആവശ്യമായ പോഷക സമൃദ്ധമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിൽ വരുത്തിയ ആഘാതത്തിന്റെ ഒരു ഉദാഹരണമാണിത്. ഓക്സ്ഫാമിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം കാരണം 2050 5 വയസ്സിൽ താഴെയുള്ള 25 ദശലക്ഷത്തിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവിൽ സാധ്യതയുള്ളതിനാൽ ഇത് കുറയ്ക്കുന്നതിനുള്ള നടപടിയും അതിനായി സമൂഹങ്ങളെ തയ്യാറെടുപ്പിക്കാനുള്ള പിന്തുണയും നിർണായകമാണ്. കാലാവസ്ഥ വ്യതിയാനവും പോഷകങ്ങളുടെ അളവിൽ വരുന്ന കുറവും ഇന്ന് പഠന വിഷയമാണ്. ഉയർന്ന കാർബൺ ഡയോക്സൈഡ് അളവിൽ വരുന്ന ഗോതമ്പിൽ 9% സിങ്കും 5% ഇരുമ്പും അതുപോലെ 6% പ്രോട്ടീനും കുറവാണെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അരിയിൽ ഇത് യഥാക്രമം 3%, 5%, 8% എന്നിങ്ങനെയാണ്. ചോളത്തിലും സമാനമായ കുറവ് കാണുകയുണ്ടായി.
ഉണ്ടായി. പക്ഷേ ഇതൊരു പയർവർഗമായതിനാൽ പ്രോട്ടീൻ കാര്യമായി കുറവുണ്ടായിട്ടില്ല. പ്രോട്ടീന്റെ അളവ് കുറയുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ സിങ്കിന്റെയും ഇരുമ്പിന്റെയും കുറവുണ്ടാക്കുന്ന പ്രശ്നത്തിനെ അത്ര വ്യക്തമായി പഠനവിധേയമായിട്ടില്ല. എന്നാൽ തൽഫലമായ വിളകളിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഉണ്ടാകുന്ന വർധനവ് ഉയർന്ന പൊണ്ണത്തടി ഉൾപ്പെടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കിയേക്കും. വികസിത രാജ്യങ്ങളിൽ നിലവിലുള്ള പലരെയും ബാധിക്കുന്ന മെറ്റബോളിക് സിൻഡ്രോം, പ്രമേഹം, ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവയുടെ നിരക്കിലും വർധനവുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫലമായി മനുഷ്യൻ ആരോഗ്യത്തിനുണ്ടാക്കുന്ന എല്ലാ വെല്ലുവിളികളും പ്രവചിക്കാൻ വളരെ പ്രയാസമാണ്. ഇന്ന് നമ്മൾ പുതിയൊരു ലോകത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇത്രയും ഉയർന്ന അളവിൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് പരിചിതമല്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി കാർഷിക മേഖലയിൽ നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്നത് ജൈവ കൃഷിയിലേക്കുള്ള മടങ്ങിപ്പോക്ക് തന്നെയാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കാർബൺ പിടിച്ചു നിർത്താൻ ജൈവകൃഷി എങ്ങനെ സഹായിക്കുന്നു? രാസവളങ്ങൾ, കീടനാശിനികൾ മുതലായവ ഉപയോഗിക്കാതെ സുസ്ഥിരതയിൽ ശ്രദ്ധ കൊടുത്തു കൊണ്ടുള്ള കൃഷിരീതികളാണ് ജൈവകൃഷിയിൽ അവലംബിക്കുന്നത്. ഇതിന്റെ ഫലമായി കാർബണിനെ പിടിച്ചുവെക്കാനുള്ള കഴിവ് ജൈവ കൃഷിയിടങ്ങളിലെ മണ്ണ് നേടുന്നു. ജൈവ പുതയിടൽ, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഫാം യാർഡ് വളം പ്രയോഗിക്കുന്നത് പോലെയുള്ള രീതികൾ മണ്ണിനെ കൂടുതൽ ഫലപുഷ്ടമാക്കുമെന്ന് കർഷകർക്ക് അറിവുള്ള കാര്യമാണ്. ഇത്തരം വളങ്ങളിൽ ഗുണകരമായ സൂക്ഷ്മാണുക്കൾ അടങ്ങിയിരിക്കുന്നു. ഈ ഘടകങ്ങളുടെ വിഘടനം നടക്കുമ്പോൾ മണ്ണിലെ കാർബൺ നൈട്രജൻ അനുപാതം 10:1 ആയി മാറുന്നു. ഇത് സൂക്ഷ്മാണുക്കളുടെ വ്യാപനത്തിന് അനുയോജ്യമാണ്. ഇത്തരത്തിലുള്ള കൃഷിരീതികൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുക മാത്രമല്ല, തത്ഫലമായി കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള കഴിവ് കർഷകർക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിഭൂമിയിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും സഹായിക്കുന്നു. ജൈവകൃഷി സുസ്ഥിരമായ ഒരു ഭക്ഷ്യസമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു പ്രധാന വഴിയാണെന്ന് പണ്ടേ പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ അതിനർഹിക്കാനാകുന്ന നിർണായക പങ്ക് ഈ പുതിയ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. 4000-ലധികം പഠനങ്ങളുടെ ഒരു വിശകലനത്തിൽ മികച്ച ഓർഗാനിക് ഫാർമിംഗ് രീതികൾ മണ്ണിൽ പിടിച്ചെടുക്കുന്ന കാർബണിന്റെ അളവിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കാർബൺ സംഭരണം വർദ്ധിപ്പിക്കുന്നതിന് മികച്ച കാർഷിക രീതികൾ അവലംബിക്കുന്നതിലൂടെ ജൈവ കർഷകർക്ക് അവരുടെ കാലാവസ്ഥ ആഘാതം കുറയ്ക്കാൻ കഴിയും. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള നോൺ പ്രോഫിറ്റ് ഗവേഷണ സ്ഥാപനമായ ദി ഓർഗാനിക് സെന്ററുമായി സഹകരിച്ച് മേരിലാൻഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ ജൈവ കൃഷി അവലംബിക്കുന്ന കൃഷിയിടങ്ങളിൽ മണ്ണിൽ പിടിച്ചെടുക്കുന്ന കാർബണിന്റെ അളവ് 18% വർദ്ധിച്ചതായി കണ്ടെത്തി. സൂക്ഷ്മജീവികളുടെ സാന്നിധ്യമുള്ള മണ്ണിൽ ജൈവാംശത്തിലൂടെയുള്ള കാർബൺ സംഭരണത്തിന്റെ അളവ് 30% വർദ്ധിച്ചു. കർഷകർക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന പ്രത്യേക കാർബൺ തൂലിത സാങ്കേതിക വിദ്യകൾ തിരിച്ചറിയുന്നതിനായി പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വിശകലനത്തിൽ 4000-ലധികം ശാസ്ത്രീയ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. വിവിധ തരം ജൈവവളങ്ങൾ, കമ്പോസ്റ്റ്, സംരക്ഷണ കൃഷി, ആവരണ വിളകളുടെ ഉപയോഗം തുടങ്ങിയ വ്യത്യസ്ത രീതികൾ പരിശോധിച്ച ഗവേഷകർ ജൈവകൃഷിയിലെ രീതികളായ കമ്പോസ്റ്റ്, ജൈവവളം എന്നിവയാൽ സമ്പുഷ്ടമായ മണ്ണ് കാർബൺ പിടിച്ചുവെക്കുന്നതിൽ ഏറ്റവും വലുതും വേഗമേറിയതുമായ സ്വാധീനം ചെലുത്തുന്നുവെന്ന് കണ്ടെത്തി. ഇങ്ങനെയൊരു പഠനം ആദ്യമായാണ് നടക്കുന്നത്. ദി ഓർഗാനിക് സെന്റർ സയൻസ് പ്രോഗ്രാംസ് ഡയറക്ടർ ഡോക്ടർ ജസീക്ക ഷേഡിന്റെ അഭിപ്രായത്തിൽ ജൈവികവും പരമ്പരാഗതവുമായ ഫാമുകളെ താരതമ്യം ചെയ്ത മുൻ പഠനങ്ങൾ മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക സുസ്ഥിരത കൈവരിക്കുന്നതിനുമുള്ള ഒരു ഉപാധിയായി ജൈവകൃഷിയെ പിന്തുണയ്ക്കുന്നതിന് ശക്തമായ തെളിവുകൾ നൽകുമ്പോൾ ഈ പുതിയ പഠനം അതിനപ്പുറമാണ്. ജൈവകൃഷിയിൽ പ്രത്യേക മികച്ച മാനേജ്മെന്റ് രീതികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് നിർദ്ദേശിക്കുന്നു എന്നതാണ്. ഭക്ഷ്യവിള ഉൽപാദനത്തിലെ ഹരിതഗ്രഹവാതക ബഹിർഗമനത്തിന്റെ 75% രാസവള ഉപയോഗത്തിലൂടെ ആണെന്ന് മുൻ ശാസ്ത്രീയ പഠനങ്ങൾ കണക്കാക്കുന്നു. ഈ പുതിയ പഠനമാകട്ടെ അതിനൊരു കൃത്യമായ പരിഹാരം കൂടെ കണ്ടെത്തിയിരിക്കുന്നു. കൃഷിയിൽ കാർബൺ പിടിച്ചെടുക്കലും സംഭരണവും സംബന്ധിച്ച് നമുക്ക് ശാസ്ത്രീയമായ വഴിയാണ് ഈ പഠനം തുറന്നു തരുന്നത്. ജൈവ രീതിയിലുള്ള മണ്ണ് പരിപാലനത്തിലൂടെ കർഷകർക്ക് മണ്ണിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താനും അതിന്റെ ഘടന നന്നാക്കാനും കഴിയും. ഇത് മൊത്തത്തിലുള്ള ജലത്തിന്റെ ആഗിരണത്തിനും സസ്യങ്ങൾക്ക് പോഷകങ്ങൾ നൽകുന്നതിനും ചെടികളുടെ വേരുകൾ കൂടുതൽ ശക്തമായി വളരാനും സഹായിക്കുന്നു. മണ്ണിലെ കാർബൺ പിടിച്ചുവെക്കുന്നതിനും മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കാർഷിക സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിനുമുള്ള ഏറ്റവും മികച്ച മാനേജ്മെന്റ് സമ്പ്രദായമാണ് ജൈവവളക്കൂട്ടുകൾ സ്ഥിരമായി ചേർക്കുന്നതെന്ന് വ്യക്തിഗത പഠനങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ തങ്ങളുടെ വിശകലനം സ്ഥിരീകരിക്കുന്നതായി ഗവേഷകർ പറയുന്നു. ഈ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം തന്നെ കാലാവസ്ഥാ പ്രതിസന്ധി കുറയ്ക്കുന്നതിനുള്ള പ്രധാന മാർഗം ജൈവകൃഷി എന്നാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം.
കാർബൺ ന്യൂട്രൽ കൃഷിയും മൃഗസംരക്ഷണവും. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ കൃഷി ഫാമായി ആലുവ സീഡ് ഫാമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാർഷിക ഉൽപാദനത്തെ ബാധിക്കാതെ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് ഹരിതഗൃഹങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാർബൺ വാതക ബഹിർഗമനം കുറയ്ക്കുക എന്നതാണ് കാർബൺ ന്യൂട്രൽ കൃഷിയുടെ അടിസ്ഥാന തത്വം. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രജൻ ഡയോക്സൈഡ് എന്നിവയാണ് ഈ വിധത്തിൽ പുറന്തള്ളപ്പെടുന്ന വാതകങ്ങൾ. ലോകത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ രാജ്യം സ്വീഡനാണ്. സ്വീഡന് പുറമെ ഡെൻമാർക്ക്, ഫ്രാൻസ്, ഹംഗറി, ന്യൂസിലൻഡ്, UK എന്നീ 6 രാജ്യങ്ങൾ കൂടി ഈ കൃഷിരീതി തുടർന്നു വരുന്നു. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നത് കൃഷി, കന്നുകാൽ വളർത്തൽ, ഭൂവിനിയോഗം എന്നിവയുടെ എല്ലാം കൂടി പങ്കായ 14% മാത്രമാണ്. ഇന്ത്യയിൽ ഊർജോൽപാദനമാണ് ഹരിതഗൃഹവാതക പുറന്തള്ളലിൽ ഒന്നാമത്. നിർമ്മാണ മേഖലയിൽ 18%, ഗതാഗതം 13%, വ്യാവസായിക ക്രിയകളിൽ 8%, മാലിന്യ വഴി 3% മാത്രമാണ് വാതകം പുറന്തള്ളപ്പെടുന്നത്. കന്നുകാലി വളർത്തലിലൂടെ 17%, നെൽകൃഷിയിലൂടെ 19%, മണ്ണിൽ നിന്നുള്ള നൈട്രേറ്റ് ഓക്സൈഡ് 7%, ജൈവ വളത്തിലൂടെ 2%, വൈക്കോൽ തുടങ്ങിയ വിള അവശിഷ്ടങ്ങളുടെ കത്തിക്കലിലൂടെയുമാണ്. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതായത് സീറോ കാർബൺ എന്നത് നിസ്സാരമായ കാര്യമല്ല. കേരളത്തിൽ പ്രതിവർഷം 50 ലക്ഷം ടൺ അരി, 23 ലക്ഷം ടൺ പച്ചക്കറി, 17 ലക്ഷം ടൺ പഴങ്ങൾ, 33 ലക്ഷം ടൺ പാൽ, 530 കോടി മുട്ട, 1.5 ലക്ഷം ടൺ കോഴി ഇറച്ചി, 250 കോടി തേങ്ങ, 3 ലക്ഷം ടൺ വെളിച്ചെണ്ണ എന്നിവ ആഹാരമായി ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മുടെ ഉത്പാദനം 6 ലക്ഷം ടൺ അരിയും 15 ലക്ഷം ടൺ പച്ചക്കറിയും 25 ലക്ഷം ടൺ പാലും 218 കോടി മുട്ടയും 1500 ടൺ കോഴി ഇറച്ചിയുമാണ്. ബാക്കി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നു. ആകെ 61 മില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് ആണ് 2020 കേരളം പുറത്തുവിട്ടത്. ഇതിൽ കൃഷി, കന്നുകാലി വളർത്തൽ, വനം, ഭൂപയോഗം മൂലമുണ്ടായത് 11.4 മില്യൺ ടണ്ണാണ്. കൃഷിയിലെ എല്ലാ പ്രവൃത്തികളും ഉപാധികളും കാർബൺ പുറന്തള്ളലുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. ഇവയെല്ലാം കാർബൺ ബഹിർഗമന സ്രോതസ്സുകൾ ആണ്. വിവിധ കൃഷി പ്രവൃത്തികളിലും മറ്റുപാധികളിലുമായി പുറന്തള്ളുന്ന അതേ അളവിൽ മണ്ണിൽ കാർബൺ ആഗിരണം ചെയ്യുമ്പോഴാണ് കാർബൺ ന്യൂട്രൽ കൃഷി എന്ന് പറയാവുന്നത്. ഒരേക്കർ പരമ്പരാഗത കൃഷിയിൽ ഒരു വർഷം 650 കിലോ കാർബൺ ഡയോക്സൈഡ് തതുല്യ വാതകം പുറന്തള്ളുമ്പോൾ സംയോജിത കൃഷിയിൽ 500 കിലോയും ജൈവ കൃഷിയിൽ 300 കിലോയുമാണ്. ഇവിടെയാണ് കാർബൺ ന്യൂട്രൽ കൃഷിയിൽ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രസക്തി ഏറുന്നത്. സമ്മിശ്ര കൃഷിയിൽ മറ്റു വിളകളോടൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ എന്നിവ നിർബന്ധമായും അനുവർത്തിക്കണം. കാർബൺ ന്യൂട്രൽ ആകാനുള്ള ആദ്യ വഴി രാസവളങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തുക എന്നത് തന്നെയാണ്. ജൈവവളങ്ങളായ ചാണകം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം എന്നിവ ഉപയോഗിക്കാം. കാർബൺ ബഹിർഗമനം കുറച്ച് മണ്ണിൽ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ മണ്ണിന്റെ ഉർവരത നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ മണ്ണിന്റെ പുനർജീവനം സാധ്യമാവൂ. രാസവളങ്ങളുടെ ഉപയോഗം നിർത്തി ജീവനുള്ള കൃഷിയായ ജൈവ കൃഷിയിലേക്കുള്ള മാറ്റം മാത്രമാണ് ഇതിനുള്ള പോംവഴി. കന്നുകാലി വളർത്തൽ മേഖലയിൽ ഹരിതഗ്രഹ ബഹിർഗമനം കുറയ്ക്കുന്നതിന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നത്: 1. മെച്ചപ്പെട്ട കന്നുകാലി വളർത്തലും തീറ്റക്രമവും. 2. കന്നുകാലികളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. കുറച്ച് കന്നുകാലികളിൽ നിന്ന് കൂടുതൽ പാൽ, മാംസം എന്നിവ കിട്ടുന്നത് മൂലം മീഥൈൻ കുറയും. 3. പെട്ടെന്ന് ദഹിച്ചു പോകുന്ന തരം കാലിത്തീറ്റകൾ തീറ്റക്രമത്തിൽ ഉൾപ്പെടുത്തുക. 4. കാലിത്തീറ്റയിൽ മീഥൈൻ ഉൽപാദനം കുറയ്ക്കുന്ന ഘടകങ്ങൾ ഉൾപ്പെടുത്തുക. 5. മീഥൈൻ ഉൽപാദനം കുറയുന്ന ചാണക സൂക്ഷിപ്പ് മാർഗങ്ങൾ അവലംബിക്കുക. 6. ചാണകത്തിൽ നിന്നുള്ള ബയോഗ്യാസ് അഥവാ മീഥൈൻ ഇന്ധനമായി ഉപയോഗിക്കുക. 7. തീറ്റയുടെ ഉപയോഗത്തിൽ കാര്യശേഷിയുള്ള കന്നുകാലി ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരത്തിൽ ജൈവ വൈവിധ്യം സംരക്ഷിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി വരും തലമുറയ്ക്ക് കൃഷിയിലൂടെ തന്നെ ഒരു ഉപജീവനം സാധ്യമാക്കാൻ ഈ രീതിക്ക് കഴിയുക തന്നെ ചെയ്യും. വികസിത് ഭാരത് സങ്കല്പ യാത്ര. ഭാരത സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. രാജ്യത്തെ 3 മേഖലകളായി തിരിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ നവംബർ 15 തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടപ്പാടിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. SLBCയുടെ നിർദ്ദേശപ്രകാരം ലീഡ് ബാങ്കിനൊപ്പം നബാർഡ്, റബ്ബർ ബോർഡ്, FECT, CBCN, IC, കൃഷി വിജ്ഞാൻ കേന്ദ്ര, തപാൽ, കൃഷി വകുപ്പുകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രത്യേക ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരിക്കും.
പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ, ആധാർ സേവനങ്ങൾ, ജനസുരക്ഷാ സ്കീമുകളുടെ ക്യാമ്പ് തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരവിനിമയത്തിനോടൊപ്പം വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യമുള്ള എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ അതാത് ഗ്രാമപഞ്ചായത്തിലെ യാത്രകളിലും ക്യാമ്പിലും പങ്കെടുക്കുന്നതാണ്. PM പ്രണാം സ്കീം അവബോധനം, സമീകൃത വളപ്രയോഗം, നാനോ വളങ്ങളെ പരിചയപ്പെടുത്തൽ, കാർഷിക ഡ്രോൺ ടെക്നോളജി പരിചയപ്പെടുത്തൽ മുതലായവ ഈ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹരായവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകുന്നതുമായിരിക്കും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വിവര വിദ്യാഭ്യാസ വിനിമയ വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഭോക്താക്കളുടെ അനുഭവ വിവരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ്? എത്തിച്ചേരാത്തവരിലേക്ക് എത്തിച്ചേരുക, സ്കൂളുകൾക്ക് കീഴിൽ അർഹതയുള്ള ദുർബലരായ ആളുകളിലേക്ക് എത്തിച്ചേരുക, വിവരണങ്ങളുടെ വ്യാപനം, പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ, പൌരന്മാരിൽ നിന്ന് പഠിക്കൽ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വ്യക്തിഗത കഥകൾ, അനുഭവം പങ്കിടൽ എന്നിവയിലൂടെ ആശയവിനിമയം, യാത്രയ്ക്കിടെ കണ്ടെത്തിയ വിശദാംശങ്ങളിലൂടെ സാധ്യതയുള്ള ഗുണഭോക്താക്കളുടെ എൻറോൾമെന്റ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ യാത്ര സമയബന്ധിതമായി എത്തിച്ചേരുന്നതാണ്. യാത്രയിൽ പങ്കാളികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.